വാൽമീകി ഗോകുലത്തിന് നമസ്കാരം. കർക്കിടകം 1-ാം തീയതി മുതൽ അത് അവസാനിക്കുന്നത് വരെ കേരളീയർ എത്രയോ കാലമായി രാമായണം പാരായണം ചെയ്യുന്നു. ആ പാരായണം ചെയ്യുന്നത് അധ്യാത്മരാമായണമാണ്. അധ്യാത്മരാമായണം കിളിപ്പാട്ട് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ എഴുതിയത്. നമ്മളത് ഭക്തിപൂർവം അനേക വർഷങ്ങളായി പാരായണം ചെയ്യുമ്പോൾ നമ്മളിലേക്ക് പ്രവേശിക്കുന്ന ഭക്തിയുടെ സംസ്കാരവും കാവ്യ സംസ്കാരവും ഉണ്ടാവുന്നുണ്ട്. ഒരുപക്ഷെ ലോകത്ത് എവിടെയെങ്കിലും ഇങ്ങനെ ഒരു കൃതി വളരെയധികം പ്രതിജ്ഞാബദ്ധതയോടെ വളരെ ചിട്ടയോടെ ഇങ്ങനെ പാരായണം ചെയ്യപ്പെടുന്നുണ്ടോ എന്നത് അറിയില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്കത് പരിചയമില്ല ഇതുവരെ. നമ്മളെ സംബന്ധിച്ച് മാറി നിന്ന് ആലോചിച്ചു നോക്കിയാൽ ഇതൊരു വലിയ അത്ഭുതമാണ്. അതൊരു ഭക്തി പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായ കൃതി എന്ന നിലയിൽ മാത്രമല്ല, മലയാളത്തിൻ്റെ അസ്ഥിവാരം ഉറപ്പിച്ച ഏറ്റവും മഹത്തായിട്ടുള്ള കാവ്യകൃതി എന്നുകൂടി നമ്മൾ അതിനെ പറയണം. അതിനെയാണ് നമ്മൾ പാരായണം ചെയ്യുന്നത്. അത് പാരായണം ചെയ്യുന്നത് വഴി മലയാളിക്ക് സിദ്ധമായത് അനേക വർഷങ്ങളിലൂടെ നമ്മൾ സമാർജിച്ച ഭാഷാബോധം, നമ്മളുടെ ഉച്ചാരണശുദ്ധി, നമ്മളുടെ കാവ്യബോധം, നമുക്ക് സമ്പുഷ്ടമായ വിവേകം, ഇങ്ങനെ പലതും ആ കൃതി സമ്മാനിച്ചു. എഴുത്തച്ഛൻ ജീവിച്ചിരുന്ന കാലഘട്ടം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇന്ന് മാറി നിന്ന് പരിശോധിക്കുമ്പോൾ അത് അങ്ങേയറ്റം കലുഷിതമായ ഒരു കാലമായിരുന്നു. കേരളം പല നാട്ടുരാജ്യങ്ങളായി വിഭജിക്കപ്പെട്ടിരിക്കുകയും ആ നാട്ടുരാജാക്കന്മാർക്ക് പകരം അവിടുത്തെ ഇടപ്രഭുക്കന്മാർ ആയുധ സംഭരണം നടത്തുകയും പടയാളികളെ സംഭരിക്കുകയും ചെയ്യുന്ന ഒരു കാലം. അപ്പോൾ നാട്ടുരാജാക്കന്മാർക്കെല്ലാം ഓരോ ഇടപ്രഭുക്കന്മാർ സൈന്യങ്ങളെ സംഭാവന ചെയ്യുന്നു. അവരിലൂടെ വലിയ കലാപങ്ങൾ ഉണ്ടാകുന്നു, ആഭ്യന്തരമായ അസ്ഥിരത ഉണ്ടാകുന്നു, ജനങ്ങൾ കൊള്ളയടിക്കുന്നു, കൊള്ളിവെക്കുന്നു, സ്ത്രീകളെ ബഹുമാനിക്കാതെയാവുന്നു, വലിയ തരത്തിലുള്ള സുഖലോലുപത ഉണ്ടാകുന്നു. ഇങ്ങനെ ഒരു കാലം. ഇത് ചരിത്രത്തിൻ്റെ വലിയ ദീർഘമായ ഒരു കാലവുമായി താരതമ്യപ്പെടുത്തിയാൽ നമ്മളിൽ നിന്ന് അധികം അകലെയല്ല എന്നുകൂടി നമ്മൾ കാണണം. ഈ കാലത്തിൽ നിന്നാണ് എഴുത്തച്ഛൻ എന്ന എഴുത്തുകാരൻ്റെ ഉദയം. അത് അദ്ദേഹത്തിൻ്റെ സഞ്ചാരത്തിൻ്റെ പരിണതഫലം കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ അദ്ദേഹത്തെ കേരളത്തിൽ നിന്ന് പുറത്തേക്ക് അയച്ചു എന്നാണ് ഐതിഹ്യം. അങ്ങനെ സഞ്ചരിച്ചു പോയി തമിഴ്നാട്ടിൽ, കർണാടകത്തിൽ, ആന്ധ്രാപ്രദേശിലൊക്കെ പോയിട്ട്, ഇതിനൊന്നും ഇന്ന് നമ്മൾ വിളിക്കുന്ന പേരുകളല്ല അന്നുള്ളത്. അവിടെ നിന്നെല്ലാം അദ്ദേഹം ഭാഷയുടെയും ജീവിതത്തിൻ്റെയും ഒക്കെ സംസ്കാരം ഉൾക്കൊണ്ട് തിരിച്ചു വരുമ്പോൾ അധ്യാത്മരാമായണമെന്ന സംസ്കൃതത്തിലുള്ള കൃതിയുടെ കൂടി സത്തയാണ് കൊണ്ടുപോരുന്നത്. അതാണ് പിന്നീട് പരിഭാഷപ്പെടുത്തുന്നത്. ഇതിനെക്കുറിച്ച് വളരെ രസകരമായ ഒരു ഐതിഹ്യമുണ്ട്. അമ്പലപ്പുഴ രാജാവിൻ്റെ കയ്യിൽ അധ്യാത്മരാമായണത്തിൻ്റെ ഒരു തെലുങ്ക് പതിപ്പ് കിട്ടിയത്രേ. ഈ തെലുങ്ക് പതിപ്പ് കിട്ടിയപ്പോൾ അത് വായിപ്പിക്കുന്നത് ആരെക്കൊണ്ടാവണം എന്ന് അദ്ദേഹം അമ്പരന്നു. അപ്പോൾ മേൽപ്പുത്തൂർ ഭട്ടതിരിയാണത്രേ ഉപദേശിച്ചത്, തുഞ്ചത്ത് എഴുത്തച്ഛന് ഈ ഭാഷ വശമുണ്ട്, തെലുഗു വശമുണ്ട്, അതുകൊണ്ട് അദ്ദേഹത്തെ വിളിച്ച് വായിപ്പിക്കണമെന്ന്. അങ്ങനെ തുഞ്ചത്ത് എഴുത്തച്ഛനെ അമ്പലപ്പുഴയ്ക്ക് വരുത്തിയെന്നും അവിടെ വച്ച് അദ്ദേഹം ഈ തെലുങ്ക് അധ്യാത്മരാമായണം വായിക്കുന്നതിനോടൊപ്പം അതിന് സമാന്തരമായി മലയാളം കൂടി എഴുതിപ്പോയി എന്നും ഒരു ഐതിഹ്യമുണ്ട്. പാടിപ്പോയി എന്ന് വേണം പറയാൻ. കാരണം കാവ്യം സുഗേയം കഥ രാഘവീയം എന്നാണ് പറയുക. കാവ്യം സുഗേയമാണ്, നന്നായി ആലപിക്കാവുന്നത്. അധ്യാത്മരാമായണത്തിൻ്റെയും അതിനോടനുബന്ധിച്ചോ അതിനു മുമ്പോ അതിന് ശേഷമോ വന്ന എല്ലാ കൃതികൾക്കും ബാധകമായിട്ടുള്ളൊരു വിശേഷണമാണ് അത് സുഗേയം, നന്നായി ആലപിക്കാവുന്നത്. ആ തരത്തിൽ നന്നായി ആലപിക്കാവുന്ന ഒരു കൃതി എന്ന നിലയിൽ കൂടി അത് വളരെ പ്രസക്തമായി തീർന്നു. മലയാളികൾ അതിനെ അവരുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുകയും അവരുടെ ജീവിതത്തിൽ അതിനെ ഉൾക്കൊള്ളുകയും നമ്മളുടെ സംസ്കാരത്തിൻ്റെ സത്തയായി അതിനെ മനസ്സിലാക്കുകയും നമ്മളുടെ നിത്യജീവിതത്തിൻ്റെ ഭാഗമാക്കുകയും ചെയ്തു. എഴുത്തച്ഛൻ്റെ തന്നെ മഹാഭാരതം കേരളത്തിലെ വീടുകളിൽ അങ്ങനെ പാരായണം ചെയ്യപ്പെട്ടില്ല. അതിൻ്റെ കാരണമായി പറയുന്നത് മഹാഭാരതം എന്നത് സഹോദരന്മാർ തമ്മിലുള്ള വലിയ ഒരു കലഹത്തിൻ്റെ കഥ പറയുന്നതായതുകൊണ്ട് മഹാഭാരതം നിത്യേന വായിച്ചാൽ വീട്ടിൽ കലഹമുണ്ടാകും, അതുകൊണ്ട് അത് വായിക്കരുത് എന്നൊരു വിലക്കുണ്ടായിരുന്നു എന്നാണ്. ആ വിലക്ക് എത്രമാത്രം പ്രസക്തമായിരുന്നു എന്ന് നമുക്കറിയില്ല. നമ്മൾ ഇതുപോലെയുള്ള ചിലപ്പോൾ നമുക്ക് പ്രത്യക്ഷത്തിൽ എന്ത് യുക്തിരഹിതം എന്ന് തോന്നുന്ന അനേകം വിശ്വാസങ്ങളിലാണ് നമ്മുടെ ജീവിതത്തെ നമ്മുടെ സമൂഹം ഉറപ്പിച്ചിരിക്കുന്നത്. അതിവിടെ മാത്രമല്ല കേട്ടോ, ലോകത്തെല്ലാ സ്ഥലത്തും ആ തരത്തിലൊരു വിശ്വാസം നിലവിലുണ്ടായിരിക്കെ അധ്യാത്മരാമായണം എല്ലാ സ്ഥലത്തും നിത്യപാരായണത്തിന് വിധേയമായി. അതങ്ങനെ നിരന്തരം നമ്മൾ പാരായണം ചെയ്യാൻ ആരംഭിച്ചു.
നമ്മളുടെ ജനനത്തിൽ, നമ്മളുടെ മരണത്തിൽ, നമ്മളുടെ മംഗളകർമ്മങ്ങളിലെല്ലാം അധ്യാത്മരാമായണം നമ്മളുടെ കൂടെ ഉണ്ടായിരുന്നു. ഭാവി ഫലം അറിയാൻ അധ്യാത്മരാമായണം പകുത്തു നോക്കി അതിൽ 7 വരിയും 7 അക്ഷരവും തള്ളിയിട്ട് നമ്മളുടെ ഭാവി ഫലം അറിയാൻ കൂടി ഇതുപയോഗിച്ചു. ഇത് നമ്മളുടെ ഭാവിയെ, നമ്മളുടെ ജീവിതത്തെ പ്രവചന സ്വഭാവത്തോടുകൂടി അടക്കം ചെയ്ത ഗ്രന്ഥമാണ് എന്നുകൂടി മലയാളി അതേക്കുറിച്ച് വിശ്വസിച്ചു. ആ തരത്തിൽ നമ്മളിപ്പോൾ നിത്യപാരായണത്തിന് വിധേയമാക്കുന്നു രാമായണത്തെ എല്ലാ കാലത്തും. ഇപ്പോൾ നമ്മൾ കാലം കഴിയുന്തോറും രാമായണത്തിൻ്റെ ആ തരത്തിലുള്ള പ്രാധാന്യം വർദ്ധിച്ചു വരുന്നു. അധ്യാത്മരാമായണത്തിന് എത്ര പതിപ്പുകളാണ് ഓരോ വർഷവും പുറത്തിറങ്ങുന്നത്. എന്തുമാത്രം പരസ്യമാണ് അധ്യാത്മരാമായണം നിങ്ങൾ വായിക്കൂ, അതിന് പലതരത്തിലുള്ള പതിപ്പുകളുണ്ട് എന്ന് പുറത്തേക്ക് വരുന്നത്. അപ്പോൾ അധ്യാത്മരാമായണം നമ്മൾ നാൾക്കുനാൾ വർദ്ധിച്ചു വരുന്ന ഔത്സുക്യത്തോടെ, ഭക്തിയോടെ, സ്നേഹത്തോടെ, അതിനെക്കുറിച്ചുള്ള വിമർശന ബുദ്ധിയോടെ വായിച്ചു വരുന്നു. രാമായണത്തിൻ്റെ വായന നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് ഇനിയും നമ്മളുടെ ജീവിതത്തിൻ്റെ, നമ്മളുടെ ബോധത്തിൻ്റെ ഉത്കർഷത്തിന് സഹായിക്കും എന്നതിനാൽ നമുക്ക് ഇനിയും വായിച്ചുകൊണ്ടേ ഇരിക്കാം.